വയനാട് ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നു. പലയിടങ്ങളിലും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒഴുകിയെത്തുന്നതായി റിപ്പോർട്ടുകൾ. പരിക്കേറ്റവരെ കൊണ്ടുപോകാൻ ഓരോ 5 മിനിറ്റിലും ആംബുലൻസുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. അർദ്ധരാത്രിയിൽ കുതിച്ചെത്തിയ ചെളിയിലും വെള്ളത്തിലും ഒലിച്ചുപോയത് ചൂരൽമല അങ്ങാടി. വയനാടിനെ ഞെട്ടിച്ച ഉരുൾപൊട്ടലിൽ ദുരന്തമുഖത്ത് നിന്ന് ഉയർന്നു കേട്ടത് നെഞ്ചുലയ്ക്കുന്ന നിലവിളികളാണ്. വിവിധയിടങ്ങളിലായി 400-ലധികം പേർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകളുമുണ്ട്. മിക്ക വീടുകളിലും ചെളിയും പാറക്കെട്ടുകളും കൊണ്ട് നിറഞ്ഞെന്ന് ചൂരൽമല വാർഡ് മെമ്പർ CK നുറുദ്ദീൻ ഒരു മാധ്യമത്തോടും പറഞ്ഞു. ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തൂവെന്ന് പറഞ്ഞ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ നിലവിളിക്കുകയാണ്. ചൂരൽമല ടൗണിലെ ഒരു വീട്ടിൽ ഭർത്താവും മകളും അകപ്പെട്ടതായി കരഞ്ഞു പറയുകയാണ് പ്രദേശവാസിയായ വീട്ടമ്മ. മുണ്ടക്കൈ അട്ടമലയിലെ ചൂരമല പാലവും പ്രധാന റോഡുമൊക്കെ തകർന്നിരിക്കുകയാണ്. ഇവിടേക്ക് സൈന്യമെത്തി താൽക്കാലിക പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയേക്കും. ദുരന്തസ്ഥലത്തേക്ക് ഹെലികോപ്റ്റർ എത്തിക്കാനുള്ള ശ്രമം സംസ്ഥാന സർക്കാർ തുടങ്ങിയിട്ടുമുണ്ട്. എല്ലാ സന്നാഹങ്ങളും തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പറയാറായിട്ടില്ലെന്നും രക്ഷാദൌത്യം ഊർജിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഓടിവരണേ, ഞങ്ങളുടെ വീട് പോയി, കൂടെയുള്ളയാളെ രക്ഷിക്കാൻ പറ്റുന്നില്ല, ചെളിയുടെ ഉള്ളിലാണ്, അവർക്ക് ജീവനുണ്ടോ എന്നറിയില്ല, മണ്ണിന്റെ ഉള്ളിലാണ്, എങ്ങനെയെങ്കിലും അവരെ ഒന്ന് രക്ഷിക്കണേ എന്ന് കരഞ്ഞു പറയുകയാണ് വീട്ടമ്മ. മുണ്ടക്കയിൽ ഒരുപാട് ആൾക്കാർ മണ്ണിനടിയിലാണ്. രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ പരക്കം പായുകയാണ്. വണ്ടിയെടുത്ത് ആരെങ്കിലുമൊക്കെ മേപ്പാടി ഭാഗത്ത് നിന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ വേഗം വരുമെന്നും ഫോണുകളിലൂടെ കരഞ്ഞു പറയുകയാണ് വയനാട്ടുകാർ. കനത്ത മഴ പെയ്യുന്ന രാത്രിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നപ്പോൾ പലരും കഴുത്തറ്റം ചെളിയിൽ മുങ്ങിയിരുന്നു. 2:30-യോടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെന്ന് ജനം അറിഞ്ഞു തുടങ്ങിയത്. കനത്ത മഴയും ഇരുട്ടും കാരണം എന്താണ് സംഭവിച്ചതെന്നോ ദുരന്തത്തിന്റെ വ്യാപ്തിയോ മനസ്സിലാക്കാൻ സാധിച്ചില്ല. എങ്ങും ചെളിയും വെള്ളവും മാത്രമായിരുന്നു. നേരം വെളുത്തപ്പോഴാണ് ചൂരൽമല അങ്ങാടി തന്നെ ഏറെക്കുറെ മണ്ണിനടിയിലായ വിവരം പുറം ലോകം അറിയുന്നത്. ചൂരൽമല സ്കൂളിനോട് ചേർന്ന പുഴ ഒഴുകുന്നുമുണ്ട്. മലവെള്ളപ്പാച്ചിലിൽ പുഴ ഗതിമാറി ഒഴുകി. സ്കൂളിന്റെ പകുതിയോളം ഭാഗം വെള്ളത്തിനടിയിലായി. സാധാരണക്കാരും തോട്ടം തൊഴിലാളികളും പാർക്കുന്ന സ്ഥലമാണ് ചൂരൽമല. ഹാരിസൺസ് തേയില എസ്റ്റേറ്റ് കമ്പനിയുടെ സ്ഥലമാണ് ചൂരൽമലയിലെ ഭൂരിഭാഗവും. എത്ര പേർ മരിച്ചെന്നോ എത്ര പേരെ കാണാതായെന്നോ നിലവിൽ യാതൊരു ധാരണയുമില്ലാത്ത അവസ്ഥയാണ്. അതേസമയം മുണ്ടക്കൈയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള വിവരം ഇനിയും ലഭ്യമല്ല. ചൂരൽമലയിൽ നിന്നുമാണ് മുണ്ടക്കൈയിലേക്ക് പോകുന്നത്. ചൂരൽമലയിലെ പാലം തകർന്നതോടെ മുണ്ടക്കൈയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല. മുണ്ടക്കൈയിലും ഉരുൾപൊട്ടൽ ഉണ്ടായെന്നു മാത്രമാണ് പുറത്തുവരുന്ന വിവരം. സൈന്യമെത്തിയാൽ മാത്രമേ മുണ്ടക്കൈയിലേക്ക് എത്താൻ സാധിക്കൂ. ചെമ്പ്ര, വെള്ളരി മലകളിൽ നിന്നായി ഉത്ഭവിക്കുന്ന പുഴയുടെ തീരത്താണ് ഈ 2 സ്ഥലവും. പുഴയുടെ തീരത്തോട് താമസിച്ചവരാണ് അപകടത്തിൽപ്പെട്ടത്. എവിടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെന്ന വിവരവും ലഭ്യമായിട്ടില്ല. 2019 ഉരുൾപൊട്ടൽ ഉണ്ടായ പുത്തുമലയിൽ നിന്നും ഏതാനും കിലോമീറ്റർ മാത്രമാണ് ചൂരൽമലയിലേക്ക് ദൂരം. പുത്തുമലയിൽ ഉരുൾപൊട്ടലിൽ കാണാതായവരിൽ പലരുടെയും മൃതദേഹം ഇനിയും ലഭിച്ചില്ല. അപ്പോഴാണ് വീണ്ടും ഇതേ സ്ഥലത്ത് മറ്റൊരു ദുരന്തം കൂടി സംഭവിച്ചത്. അതേസമയം ഇതുവരെ 24 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് എന്നാണ് റിപ്പോർട്ട്. ഇനിയും മരണസംഖ്യ കൂടാം. പ്രദേശത്ത് നിരവധി വീടുകൾ കാണാനില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ജില്ലാതല കൺട്രോൾ റൂം പുതിയതായി തുറന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.